പ്രിയമുള്ള സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇമാം ബുഖാരിയും ഒക്കെ ഉദ്ധരിച്ച വളരെ പ്രസിദ്ധമായ ഒരു പ്രവാചക വചനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്തിഗ്ഫാറിനെ കുറിച്ച് പറഞ്ഞ സ്ഥലത്ത് സയ്യിദുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിന്റെ ഒക്കെ നേതാവ് എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് ദിക്റുകൾക്കും പ്രാർത്ഥനകൾക്കും അങ്ങനെ ഒരു സയ്യിദ് എന്ന അർത്ഥത്തിൽ നബി പരിചയപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഇസ്തിഗ്ഫാറിനാണ് ഒരു നേതാവ് എന്ന് നബി പരിചയപ്പെടുത്തിയത്. നമുക്കറിയാമല്ല തുടങ്ങുന്ന ആ അല്ലാഹുമ്മ അന്ത റബ്ബി ലാ ഇലാഹ ഇല്ലാ അന്ത ഖലഖ്തനി വഅബ്ദുക വഅനാ അഹദിക വവഅദിക എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥന, അതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെക്കുറിച്ച് പറഞ്ഞത് മൻ ഖാലഹ മിനൻ നഹാരി മൂഖിനൻ, ആരെങ്കിലും പകലിലാണ് ഒരു പ്രാവശ്യം ആ പ്രാർത്ഥനയുടെ ആശയവും അർത്ഥവും സത്യസന്ധമായി ഉൾക്കൊണ്ടുകൊണ്ട് ഒരാൾ പറഞ്ഞാൽ ആ പകലിൽ അയാൾ മരണപ്പെടുകയാണെങ്കിൽ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അയാൾ സ്വർഗത്തിന് അവകാശിയാണ്. വമൻ ഖാലഹ മിനൽ ലൈലി, ഇനി ഒരാൾ രാത്രിയാണ് ആ പ്രാർത്ഥന പറയുകയും അങ്ങനെ അയാൾ ആ രാത്രി മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളും സ്വർഗത്തിന് അവകാശിയാണ്. അപ്പൊ അവിടെ നബി പറഞ്ഞത് മൻ ഖാലഹ മൂഖിനൻ എന്നാണ്. ഈ പറയുന്ന കാര്യത്തിലൊന്നും നമുക്ക് ഉറപ്പുണ്ടാകണം, എന്താണ് ഈ പറയുന്നത് എന്നും ഈ പറയുന്ന കാര്യത്തിൽ എനിക്ക് എത്ര മാത്രം ഞാൻ സത്യസന്ധനാണെന്നും ഈ പറയുന്നതിനോട് എനിക്ക് എത്ര നീതി പുലർത്താൻ കഴിയുന്നുണ്ടെന്നും ഞാൻ എത്രമാത്രം യോഗ്യനാണെന്നും അതൊക്കെയാണ് ഈ മൂഖിനൻ എന്ന് പറഞ്ഞത്. വെറുതെ നമ്മൾ നാവ് കൊണ്ട് മാത്രം ഉരുവിട്ടത് കൊണ്ട് ഒരു സ്വർഗത്തിന് അവകാശിയായി മാറുമോ? അപ്പൊ നബി പറയാൻ ആ പ്രാർത്ഥന ഒരാൾ അങ്ങനെ ആത്മാർത്ഥമായി സത്യസന്ധമായി ഉൾക്കൊണ്ടുകൊണ്ട് ഒരാൾ പറഞ്ഞിട്ടാണ് രാത്രി കിടന്നതെങ്കിൽ അയാള് സ്വർഗത്തിന് അവകാശിയായി മാറും. അത്രമാത്രം ഒരാളെ സ്വർഗത്തിന് അവകാശിയാക്കി മാറ്റാൻ മാത്രം കഴിവുള്ള ഒരു പ്രാർത്ഥന പഠിച്ചത് സയ്യിദുൽ ഇസ്തിഗ്ഫാറാണ്. ഒരാൾ പകലിലാണ് അത് പറഞ്ഞതെങ്കിൽ ആ പകല് മുഴുവൻ അയാൾക്ക് അതിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് നടക്കാൻ കഴിയുന്ന, അങ്ങനെ അയാളെ പകലിലാണ് അത് പറഞ്ഞ് മരിച്ചതെങ്കിൽ അയാൾ സ്വർഗത്തിന്റെ അവകാശിയാണ്. അപ്പൊ നമ്മൾ ശരിക്കും അതിന്റെ ആ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു അർത്ഥവും കൂടി പഠിച്ചാൽ നമുക്ക് അതിന്റെ ആ ഗൗരവവും നമുക്ക് ബോധ്യപ്പെടും. ആ ഇസ്തിഗ്ഫാറിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നേതാവ് എന്ന് പരിചയപ്പെടുത്തിയത് എന്ന് നമുക്ക് തിരിച്ചറിയേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ ആ പ്രാർത്ഥനയുടെയൊക്കെയും ശരിക്കും ആശയം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് അതിനോട് പറയുന്ന കാര്യത്തോട് ഒരു അല്പസ്വല്പം നീതി പുലർത്തിക്കൊണ്ട് നമ്മൾ പോവുകയാണെങ്കിൽ, പറയുകയും ചെല്ലുകയാണെങ്കിൽ നമ്മൾ സ്വർഗത്തിലെ അവകാശികളായി മാറും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.